നമസ്കാരം, ഞാൻ അരുൺ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിവോയുടെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള Y21T എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കുറേ നാളുകളായിട്ടുണ്ട് ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട്. കാരണം നിങ്ങൾക്കറിയാം, ഞാനൊരു ഷോപ്പൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഏകദേശം ശരിക്കും പറഞ്ഞാൽ ഒരു മാസമായിട്ടുണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടിരുന്നൊരു ചാനലാണ്. ഇപ്പോൾ ഒരു മാസത്തെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് Y21T എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. ഞാൻ ആദ്യമേ പറയട്ടെ, ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഒരു ഓഫ്ലൈൻ പ്രൊഡക്റ്റാണ്. ഇതൊരു ഓൺലൈൻ പ്രൊഡക്റ്റ് അല്ല, ഓഫ്ലൈനായിട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഓൺലൈനിൽ കിട്ടും, ഫ്ലിപ്കാർട്ട്, ആമസോണിലൊക്കെ കിട്ടും. എന്നിരുന്നാലും ഇത് കൂടുതലായിട്ട് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് ഓഫ്ലൈൻ മാർക്കറ്റ് വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ഫോൺ 4GB RAM 128GB വേരിയൻ്റ് ആണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 16,500 രൂപയാണ് ഇതിൻ്റെ ഓൺലൈൻ റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ റേറ്റ് ഇനി കൂടാനും കുറയാൻ സാധ്യതയുണ്ട്. MRP 20,000 MRP ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ പറയാൻ കാരണം, ഇതൊരു ഓഫ്ലൈൻ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിനാവില്ല നിങ്ങൾക്ക് ഈ ഫോൺ കിട്ടുക. കാരണം ഇതിനേക്കാൾ റേറ്റ് കുറവിന് നിങ്ങൾക്ക് ഈ ഫോൺ കിട്ടും. പ്രത്യേകിച്ച് റെഡി ക്യാഷ് ഒക്കെ കൊടുത്ത് വാങ്ങിക്കാനാണ് നിങ്ങളുടെ പ്ലാൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും റേറ്റ് കുറവിന്, നല്ല റേറ്റ് കുറവിന് കിട്ടും. ഇത് ഈ ഒരു ഓൺലൈൻ റേറ്റിന് തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ EMI ആണെങ്കിലും EMI സൗകര്യങ്ങളൊക്കെ കിട്ടുന്നൊരു മോഡൽ തന്നെയാണിത്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷനും അതുപോലെ മറ്റു കാര്യങ്ങളും നോക്കുമ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കും. അതായത് ഒരു 15,500 രൂപ അല്ലെങ്കിൽ 16,000 ആ ഒരു പ്രൈസ് റേഞ്ച് ിലുള്ള ഫോണായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു സ്പെക്കും കാര്യങ്ങളും നോക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇതൊരു ഓഫ്ലൈൻ പ്രൊഡക്റ്റാണ്, വിവോയുടെ പ്രൊഡക്റ്റാണ് എന്ന് കൂടി പറയട്ടെ. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു ഫോണിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അൺബോക്സിങ് അതിൻ്റെ റിവ്യൂ നമുക്ക് കാണാം. തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മൾ ഒരുപാട് മണിക്കൂറുകളുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഓരോ വീഡിയോകളും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് വിവോ Y21T എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ തൊട്ട് മുൻപത്തെ Y21 എന്ന് പറയുന്ന മോഡലിൻ്റെ ആ ഒരു സെയിം ബോക്സ് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. വേറെ മാറ്റങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ല. ഞാനത് ഓൾറെഡി ഓപ്പൺ ചെയ്ത് നോക്കിയതാണ്. പിന്നെ ഈ ഒരു ബോക്സിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇവിടെ സ്നാപ്ഡ്രാഗണിൻ്റെ ചിപ്സെറ്റാണ്, അതൊരു 6nm ചിപ്സെറ്റാണെന്ന് കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യം, അതിലേക്ക് നമുക്ക് വരാം. പിന്നെ 8mm ഒരു ട്രെൻഡി സ്ലിം ഡിസൈൻ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. 50 മെഗാപിക്സലാണ് ഇതിൻ്റെ ക്യാമറ എന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ 5000 mAh ബാറ്ററിയിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് ഉണ്ടെന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മേഡിൻ്റെ പ്രൊഡക്റ്റ് ആണെന്ന കാര്യത്തോട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ MRP ഇത് 19,990 രൂപയാണ് ഇതിൻ്റെ MRP വരുന്നത്. അതായത് ഇതിൻ്റെ റേറ്റ് എപ്പോഴെങ്കിലും കൂടാനും കുറയാനും സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് 16,500 രൂപയ്ക്കാണ് ഇത് ഓൺലൈനിൽ വിൽക്കുന്നത്. അതിലും കുറഞ്ഞ റേറ്റിന് നേരത്തെ പറഞ്ഞ പോലെ ഓഫ്ലൈൻ ഷോപ്പുകളിലൊക്കെ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ തന്നെ നിങ്ങൾ ഡിസ്കൗണ്ട് ചോദിച്ച് വാങ്ങിക്കണം. പിന്നെ ഇവിടെ അതിൻ്റെ 4GB RAM 128GB വേരിയൻ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. IMEI നമ്പർ, പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബോക്സിനോട് എന്തൊക്കെ കിട്ടുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബോക്സും എഴുതിയിട്ടുള്ളത്. നമുക്ക് മെയിൻ ബോക്സ് നമുക്ക് ഇത്തരത്തിൽ ഓപ്പൺ ആക്കാം. ഓക്കെ, ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ പിന്നെ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഇവിടെ വിവോ എന്ന് എഴുതിയിട്ടുള്ള വേറൊരു ചെറിയൊരു ബോക്സ് കാണാം. ഇത് മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ ഇതിങ്ങനെയല്ല ആയിരുന്നത് തൊട്ട് മുൻപത്തെ ഫോണിനൊക്കെ. ഇതൊരു പരിവരുത്ത ഒരു ചെറിയൊരു ബോക്സ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് സാധാരണ കിട്ടുന്ന പോലെ തന്നെ ഒരു ബാക്ക് പോച്ച് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു വാറണ്ടി പേപ്പേഴ്സ്, യൂസർ മാനുവലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തുള്ളത്. ബാക്ക് പോച്ച് നല്ല ട്രാൻസ്പെറൻ്റ് ആണ്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബാക്ക് പോച്ചിനാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. നമ്മളിത് എടുത്തുള്ളത് ഇപ്പോൾ ഇതിൻ്റെ വൈറ്റ് കളറാണ് കേട്ടോ. പിന്നെ ബോക്സിനകത്ത് ഇത്തരത്തിലൊരു 18 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജ് വരുന്നുണ്ട്. പിന്നെ ഒരു ടൈപ്പ് C ചാർജിങ് കേബിളും വരുന്നുണ്ട്. ഇതിനകത്ത് റിവേഴ്സ് ചാർജിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുള്ള മോഡലാണ് കേട്ടോ. 18 വാട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലായിട്ട് ഒരു 1.5 മണിക്കൂർ കൊണ്ട് തന്നെ ഫാസ്റ്റായിട്ട് ഒരു ചാർജ് കയറും, ഫുൾ ചാർജ് ആവും എന്ന് പ്രതീക്ഷിക്കാം. ഒരു 60% വരെ ചാർജ് വേഗം കയറും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ സ്ലോ ആയിട്ട് ചാർജ് കയറും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ബോക്സിന് കൂടെ വരുന്ന കാര്യം. ഹെഡ്സെറ്റ് വരുന്നില്ല, കുഴപ്പമില്ല. സാധാരണ ബാക്ക് പോച്ചെങ്കിലും തരുന്നുണ്ടല്ലോ, നല്ല കാര്യം. അപ്പോൾ ഇതാണ് ഈ ഒരു വിവോ Y21T എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. ഡിസൈൻ വൈസ് ഒന്നും പറയാനില്ല, നല്ല ഭംഗിയുണ്ട്. സാധാരണ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ വിവോയുടെ ഫോണുള്ളതെന്ന് പറഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ഉണ്ടാവും കാണാനായിട്ട്. അതായത് നമുക്ക് ഒരു കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ ഒരു സാറ്റിസ്ഫിക്കേഷൻ കിട്ടുന്ന ഒരു ഡിസൈനാണ് എല്ലാ വിവോയുടെ ഫോണിലും കൊടുക്കാറ്. അത് ഒരു ഫിനിഷിങ്, നല്ല ഭാഗം നല്ലൊരു ഫിനിഷിംഗ് ഉള്ളൊരു മോഡലാണെന്ന് പറയുന്നത്. ക്യാമറയിലും ഒരു റെക്ടാങ്കുലർ ഷേപ്പിനകത്ത് 3 ക്യാമറകൾ നല്ല ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇത്തരത്തിലുള്ള LED ഫ്ലാഷ് ലൈറ്റും കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. 50 മെഗാപിക്സലിൻ്റെയാണ് ഒരു മെയിൻ റിയർ ക്യാമറ എന്നിവിടെ വലുതായിട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല കാര്യം കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ആണ്, എന്നിരുന്നാലും ഒറ്റനോട്ടത്തിലൊരു ഗ്ലാസ് ബോർഡാണെന്ന് തോന്നുന്ന രീതിയിൽ കണ്ടോ. ഇങ്ങനെ പല ലൈറ്റുകളിനകത്ത് കാണിക്കുമ്പോൾ പലതരത്തിലുള്ള ഒരു ലൈറ്റിംഗ് കണ്ടീഷനിലാണ് ഇതും കാണുന്നത്. കൊള്ളാം, നന്നായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ ഒരു ബോക്സ് ഡിസൈനാണ് വരുന്നത്. നമ്മൾ തൊട്ട് മുൻപത്തെ Y21 Y33Fലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. സൈഡിലാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കൊടുക്കുന്നത്. പിന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകൾ ഇവിടെ വരുന്നുണ്ട്. താഴെ ഒരു സ്പീക്കറിൻ്റെ ഗ്രില്ല് വരുന്നുണ്ട്. പിന്നെ ടൈപ്പ് C ചാർജിങ് പോർട്ട്, മൈക്രോഫോണിൻ്റെ ഹോൾ, 3.5mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. മുകളിലൊരു സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് ഇല്ല കേട്ടോ. ഇതൊരു സിം കാർഡ് ഹോൾഡറിൻ്റെ ഗ്യാപ്പാണ്.
അതൊക്കെയാണ് വരുന്നത്. ഒരു 2 സിം കാർഡും മെമ്മറി കാർഡും നമുക്ക് ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡിസൈൻ വൈസ് ഒന്നും പറയാനില്ല, നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, അത് 5000 mAh ബാറ്ററി ഉള്ളതുകൊണ്ടാണ്. പക്ഷേ നമുക്കത് കയ്യിൽ പിടിക്കുമ്പോൾ നമുക്ക് വെയിറ്റ് തീരെ ഫീൽ ചെയ്യുന്നില്ല. മാത്രമല്ല ഇപ്പോൾ കണ്ട കയ്യിലിരിക്കും നല്ല ഒതുക്കം ഉള്ളൊരു മോഡലാണ്. ഇതിൻ്റെ സ്ക്രീൻ എന്ന് പറയുന്നത് 6.5 ഇഞ്ച് സ്ക്രീനുള്ള മോഡലാണ്. എന്നിട്ട് വരെ കയ്യിനകത്ത് നല്ല രീതിയിൽ ഒരു ഒതുക്കം ഉള്ളൊരു മോഡൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഓണാക്കി നോക്കാം. അപ്പോൾ എന്തായാലും ഓണാവുന്ന നേരം കൊണ്ട് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളാം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സമയം എടുത്തിട്ടാണ് നമ്മൾ ഓരോ വീഡിയോകളും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയ ഫോണുകളൊക്കെ എടുക്കുന്ന വല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോണൊക്കെ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്മളെല്ലാ വീഡിയോയ്ക്ക് താഴെ നമ്മുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും നമുക്ക് ഒന്ന് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിലേ ഒന്ന് പറഞ്ഞാൽ മതി, നമുക്ക് സജസ്റ്റ് ചെയ്യാം. ഫോൺ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഓൺ ആകുമ്പോൾ തന്നെ കുറച്ച് അതിൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യട്ടെ കേട്ടോ. ഇതൊരു ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഫുൾ HD+ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 90 Hz ആണ്. സാധാരണ വിവോയുടെ ഒക്കെ ഫോണിൻ്റെ അകത്ത് 90 Hz റിഫ്രഷ് റേറ്റ് ഉള്ളത് 20,000 രൂപയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പക്ഷേ ഈ ഒരു ഫോണിനകത്ത് നല്ലൊരു റിഫ്രഷ് റേറ്റും കൊടുക്കുന്നുണ്ട്, നല്ലൊരു പ്രോസസ്സർ വരുന്നുണ്ട്, നല്ലൊരു ബ്രൈറ്റ്നസ് ഉള്ള ഉണ്ടോ, നല്ല ബ്രൈറ്റ്നസ് ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിനകത്ത് റിഫ്രഷ് റേറ്റ് 90 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. Hz വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് ഉണ്ടാവും, ഓരോ കാര്യങ്ങളും അത്രയും സ്മൂത്തായിട്ട് നമുക്കിത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. വലിയ നല്ല കാര്യമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഡിസൈനൊക്കെ എനിക്ക് അപ്പോൾ ഡിസ്പ്ലേ ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. ആ വൈറ്റ് കളറും അതുപോലെ ഈ ഉള്ളിലത്തെ കളറൊക്കെ കണ്ടോ, നല്ലൊരു ഭയങ്കര ഒരു കളർഫുൾ ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മൾട്ടിമീഡിയ എക്സ്പീരിയൻസിനൊക്കെ ഒന്നും പറയാണ്ടാവില്ല, നല്ലൊരു ക്വാളിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. താഴെ കുറച്ച് വലിയ ഒരു ബെസല വരുന്നുണ്ട്. സൈഡിൽ നോക്കുമ്പോൾ വളരെ നൈസ് തന്നെയാണ്. മുകളിലൊരു നോച്ച് ഡിസ്പ്ലേ വരുന്നുണ്ട്. അത് നോച്ച് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ നോച്ച് കണ്ടോ, സ്ക്രീനിൽ കാണുന്ന പോലെ അത്രയും ചെറിയൊരു നോച്ചാണ്. അപ്പോൾ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നോച്ച് ഡിസ്പ്ലേ ആണെന്നുള്ളത് ക്യാമറ സെൻട്രിക് ഫോണാണല്ലോ, അതുകൊണ്ടായിരിക്കാം. പിന്നെ ഇവിടെ അനാവശ്യമായിട്ടുള്ള കുറച്ച് ആപ്പുകളുണ്ട് കേട്ടോ. അതിനകത്ത് സ്നാപ്ചാറ്റ്, അതുപോലെ ഷെയർ ചാറ്റ്, സ്പോട്ടിഫൈ, പിന്നെ എന്തുട്ടാ ജോഷ്, മോജ്, ഡെയിലി ഹണ്ട്, ബൈജൂസ് ആപ്പ് വരെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കും, ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് അമർത്തി പിടിച്ചിട്ട് നമുക്ക് കളയാൻ പറ്റും. അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ. പിന്നെ ഇതൊരു ഫണ്ടച്ച് OS 12 ആണ് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയുന്നുണ്ട്. അത്രയും ഒരു നല്ല മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഇത് വരുന്നത് ആൻഡ്രോയിഡ് വേർഷൻ 11 വരുന്നത്. പക്ഷേ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ആൻഡ്രോയിഡ് വേർഷൻ 12 അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടും. ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് കണ്ടോ, ഇവിടെ സ്നാപ്ഡ്രാഗണിൻ്റെ 680 എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചിപ്സെറ്റ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ നോക്കി വെച്ചോട്ടോ, നിങ്ങളൊരു 2-3 വർഷം കഴിഞ്ഞാലും ഈ ഒരു ചിപ്സെറ്റ് എല്ലാ ഫോണിൽ വന്നുകൊണ്ടിരിക്കും. കാരണം ഇത് ഒരുപാട് അപ്ഡേറ്റുകളും കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചിപ്സെറ്റാണ്. നല്ലൊരു പ്രോസസ്സറാണ്, നല്ലൊരു വളരെ ഹീറ്റാവാത്തൊരു ചിപ്സെറ്റാണിത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഗെയിമിങ്ങിനൊക്കെ നമുക്ക് പറ്റും. പ്രത്യേകിച്ച് ഇപ്പോൾ സ്നാപ്ഡ്രാഗണിൻ്റെ ചിപ്സെറ്റിൻ്റെ ഷോർട്ടേജ് നല്ല രീതിയിലുണ്ട്. എന്നിട്ടും വിവോ ഈ ഒരു ഫോണിനകത്ത് ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിനകത്ത് കൊടുത്ത് നല്ല കാര്യമായിട്ട് തോന്നുന്നു. ഫണ്ടച്ച് OS 12 വരുന്നുണ്ട്, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ 4GB റാമിൻ്റെ കൂടെ 1TB റാം നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഫോണിനകത്ത് സ്റ്റോറേജ് 128GB ആണ് വരുന്നത്. നമുക്ക് 1TB വരെ നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും എന്ന കുറച്ച് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ്റെ കാര്യങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇത് അടിപൊളിയാണ്. ആൻഡ്രോയിഡ് 12 അപ്ഡേറ്റും പെട്ടെന്ന് തന്നെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ ഒരു സെറ്റിങ്സ് വൈസ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. അത്യാവശ്യം കൊള്ളാം, നല്ലൊരു കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഫോണാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാമറയിലേക്ക് വരാം. ക്യാമറ 50 MP ആണ്. അപ്പോൾ നമുക്ക് ക്യാമറയെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ വേറെ സെപ്പറേറ്റ് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അത് നമുക്ക് വേറെ പോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നൈറ്റ് മോഡ് വരുന്നുണ്ട്, പോർട്രേറ്റ് മോഡ് വരുന്നുണ്ട്, ഫോട്ടോ മോഡ് വരുന്നുണ്ട്, വീഡിയോ മോഡ് വരുന്നുണ്ട്. പിന്നെ മോർ സെറ്റിങ്സിനകത്ത് ഇത്തരം കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. 50 MP ഹൈ റെസൊല്യൂഷൻ ഫോട്ടോ എടുക്കുന്ന മോഡ് വരുന്നുണ്ട്, പനോരമ മോഡ്, ലൈവ് ഫോട്ടോ മോഡ്, സ്ലോ മോഷൻ മോഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഫിൽറ്ററുകൾ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഫ്രെയിം പെർ സെക്കൻഡ്, പിന്നെ വീഡിയോ നോക്കട്ടെ, 4K റെക്കോർഡിങ് എന്തായാലും ഉണ്ടാവില്ല, ഇല്ല. 1080 റെസൊല്യൂഷനകത്ത് നമുക്ക് റെക്കോർഡ് ചെയ്യാം. അതുപോലെ ഫ്രെയിം പെർ സെക്കൻഡ് 60 FPS റെക്കോർഡ് ചെയ്യാം. അത് നല്ല കാര്യമായിട്ടുണ്ട്. ഓക്കെ, സ്മൂത്തായിട്ട് അത് നല്ല കാര്യം കേട്ടോ. നമുക്ക് 720p നമുക്ക് 60 FPS റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്, നല്ല കാര്യം.
ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുമ്പോൾ 8 മെഗാ പിക്സലിലെ ഫ്രണ്ട് ക്യാമറ ഉള്ളൂ. നോർമൽ ക്യാമറ ആയിരിക്കും. ഞാൻ ജസ്റ്റ് സെൽഫി എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ലൈവായിട്ട് എടുത്തൊരു സെൽഫിയാണ്. കൊള്ളാം, വലിയ കുഴപ്പമില്ല. 8 മെഗാ പിക്സൽ ക്യാമറ ഉള്ളൂ, എന്നാലും നല്ലൊരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ. വിചാരിച്ചാൽ നല്ല ക്യാമറയാണ്, സെൽഫി ക്യാമറ ഉണ്ട്, കൊള്ളാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സെൽഫീൻ്റെ ക്യാമറയെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ലൊരു ചിപ്സെറ്റാണ്. 5000 mAh ബാറ്ററിയും ഫാസ്റ്റ് ചാർജിങ്ങും ഒരു റിവേഴ്സ് ചാർജിങ്ങും എല്ലാം ഉള്ള മോഡലാണ്. പിന്നെ വിവോയുടെ ഫോണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോങ് ലാസ്റ്റിംഗ് ആണ് നിങ്ങളുടെ യൂസിങ്. നിങ്ങൾ കുറേ നാൾ കൂടുമ്പോൾ ഫോൺ മാറ്റുന്ന ആളാണെന്നുണ്ടെങ്കിൽ കണ്ണടച്ച് വാങ്ങിച്ചോ, ഒരു കുഴപ്പമില്ല. പിന്നെ നല്ല റിഫ്രഷ് റേറ്റ്, നല്ല ഡിസ്പ്ലേ, കൊള്ളാം. പിന്നെ ഓഫ്ലൈൻ പ്രൊഡക്റ്റാണ്. നേരത്തെ പറഞ്ഞ പോലെ റേറ്റൊക്കെ നല്ലോണം ചവിട്ടി വാങ്ങിക്കി അല്ലേ, കൊള്ളാം. ഡിസൈനൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡ് ഗ്ലോസ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ മറ്റേ കളർ മിഡ് നൈറ്റ് ബ്ലൂ എന്ന് പറഞ്ഞ മറ്റൊരു കളർ ഇതിൻ്റെ മാറ്റ് ഫിനിഷാണ് വരുന്നത്. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഉപയോഗിച്ചപ്പോൾ തന്നെ എൻ്റെ കൈമേൽ തഴുക്കും കാര്യങ്ങളൊക്കെ ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, അത് ഒന്ന് നോക്കുക. ഫോൺ വാങ്ങിച്ചാൽ തന്നെ നമുക്കിപ്പോൾ എന്തായാലും ബാക്ക് പോച്ച് ഇട്ട് ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ തന്നെ ഈ ഒരു ബാക്ക് പോച്ച് സ്റ്റൈലിൽ തന്നെ വേറെ വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചോളൂ. പിന്നെ സ്ക്രീൻ ഗ്ലാസ് ഇതിൻ്റെ മുകളിൽ സ്റ്റിക്കർ ഒട്ടിച്ച് വരുന്നുണ്ട്. ഇല്ലെങ്കിൽ തന്നെ ഒരു 5D ഗ്ലാസ് കൂട്ടിയാൽ നല്ലതാണ്. ഓൾറെഡി ഗോറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. സൗണ്ടൊക്കെ അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്, കൊള്ളാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫോണിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇതിനൊരു ഗെയിമിംഗ് വീഡിയോയും അതുപോലെ ക്യാമറ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് ആ വീഡിയോയ്ക്കകത്ത് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ പറയാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ താങ്ക്സ് ലോട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക.